ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. താങ്കൾ 111, 123 അല്ലെങ്കിൽ 77 ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക നമ്പർ കോമ്പിനേഷൻസ് സ്ഥിരമായിട്ട് കാണാറുണ്ടോ? നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും, ഇങ്ങനെ ഒരാൾ കാണുന്ന നമ്പേഴ്സ് അയാളുടെ ഡിവൈൻ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പറാണ്, ഇവയ്ക്ക് ആകർഷണ നിയമവും മാനിഫെസ്റ്റേഷനുമായിട്ട് തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്നൊക്കെ. എന്നാൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള വാസ്തവം? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ: 1. എന്താണ് ഡിവൈൻ നമ്പർ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ? 2. എന്താണ് അതിന് പിന്നിലുള്ള സയൻസ്? 3. എങ്ങനെയാണ് ഈ നമ്പറുകൾ മാനിഫെസ്റ്റേഷൻസ് നടത്തുന്നത് എന്നിങ്ങനെ 3 കാര്യങ്ങളാണ്. ഇറ്റ്സ് മീ വൈശാഖ് സൂര്യനാരായൺ. വെൽക്കം ടു മൈ വീഡിയോ. അറിവ് പ്രകാശം പോലെ പരക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഡിവൈൻ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ എന്നാണ്. ഒരാൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയം മാനിഫെസ്റ്റേഷൻ സംഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചില സൂചനകൾ പ്രപഞ്ചം നൽകും എന്നാണ് ഒരു വിശ്വാസം. അങ്ങനെ നൽകുന്ന സൂചനകളിൽ ഒന്നാണ് ഈ ഡിവൈൻ നമ്പർ. നിങ്ങൾ ആകർഷണ നിയമം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തുടർച്ചയായിട്ട് ഈ പറഞ്ഞ നമ്പേഴ്സ് 111, 123, 77 അല്ലെങ്കിൽ ഇതുപോലുള്ള ചില പ്രത്യേകതയുള്ള നമ്പർ കോമ്പിനേഷൻസ് തുടർച്ചയായി കാണുന്നുണ്ടെങ്കിൽ താങ്കളിൽ മാനിഫെസ്റ്റേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഉറച്ചു വിശ്വസിക്കാമെന്ന് പല പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നു. ഇതിൽ താങ്കൾ തുടർച്ചയായി കാണുന്ന ആ നമ്പറിനെയാണ് ഏഞ്ചൽ നമ്പർ അല്ലെങ്കിൽ ഡിവൈൻ നമ്പർ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഇതിൻ്റെ വാസ്തവം? രണ്ടാമത്തെ ചോദ്യം അതാണ്. എന്താണ് ഈ നമ്പറുകൾക്ക് പിന്നിലുള്ള സയൻസ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറുകളൊക്കെ ആകർഷണ നിയമം പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കാണുന്നുണ്ട്. ഏഞ്ചൽ നമ്പർ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒട്ടനവധി നമ്പർ കോമ്പിനേഷൻസ് നിങ്ങൾ നിത്യജീവിതത്തിൽ കണ്ട് പോകുന്നതാണ്. പക്ഷേ എപ്പോൾ മുതലാണോ താങ്കൾ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്, അന്ന് മുതൽ ഞാനിത് നിരന്തരം കാണുന്നുണ്ടല്ലോ, ഈ നമ്പർ എനിക്ക് എന്തോ സ്പെഷ്യലാണ് എന്നൊക്കെയുള്ള തോന്നലുകൾ താങ്കളിൽ ഉണ്ടായി തുടങ്ങും. അതായത് ഒരു മാരുതി കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ സ്ഥിരം കാണുന്നത് മാരുതി കാർ മാത്രമായിരിക്കും. അതുപോലെ ഒരാൾ എന്ത് ചിന്തിക്കുന്നുവോ അതിനെ നമ്മുടെ മനസ്സ് സബ് കോൺഷ്യസ്ലി എപ്പോഴും തിരഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ താങ്കളുടെ ഈ നമ്പറിന് മാനിഫെസ്റ്റേഷൻസ് നടത്താൻ കഴിയും. ഞാൻ പറയുന്നതിൽ എന്തോ ഒരു വിരോധാഭാസം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് കേട്ടു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഈ ഡിവൈൻ ഏഞ്ചൽ നമ്പേഴ്സ് മാനിഫെസ്റ്റേഷൻസ് നടത്തുന്നത്? ഒരു ഉദാഹരണം എടുക്കാം. താങ്കൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 77 എന്ന് പറയുന്ന നമ്പർ തുടർച്ചയായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയാണ് എന്ന് വയ്ക്കുക. അപ്പോൾ താങ്കൾ വിശ്വസിക്കുകയാണ് ഇത് മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിൻ്റെ ഒരു സൂചനയാണെന്ന്. ഓരോ വട്ടവും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫീല് കൂടി വരും. അങ്ങനെ ഈ ഏഞ്ചൽ നമ്പർ താങ്കളിൽ ഒരു സിഗ്നലായിട്ട് മാറും. ഈ സിഗ്നൽ എത്രത്തോളം ആവർത്തിക്കുന്നുവോ അത്രത്തോളം വിശ്വാസം എന്ന് പറയുന്ന വലിയൊരു ഘടകം താങ്കളിൽ ഉറപ്പിക്കപ്പെടും. കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ താങ്കളുടെ ലക്ഷ്യത്തെപ്പറ്റി അല്ലെങ്കിൽ ആഗ്രഹത്തെപ്പറ്റി ഒരുപാട് നേരം ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുമ്പോഴോ കിട്ടുന്ന ആ ഒരു ഫീലോ ഇമോഷനോ കേവലം ഈ നമ്പർ കാണുമ്പോൾ തന്നെ താങ്കളിൽ ഉണ്ടാവാൻ തുടങ്ങും. ഞാൻ മുമ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ടുള്ള ഒത്തിരി പേര് ചോദിച്ച കാര്യം, എങ്ങനെയാണ് വിശ്വാസം എന്ന് പറയുന്ന ഒരു ഘടകത്തെ നമ്മളിൽ ഉറപ്പിച്ച് നിർത്താൻ സാധിക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഉത്തരമാണ് ഇന്ന് അവതരിപ്പിച്ച ഈ ടെക്നിക്. ഡിവൈൻ ഏഞ്ചൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഉറപ്പിച്ചു നിർത്തേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെയും ഒരു ബ്രെയിൻ റീപ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്യം നേടും എന്നുള്ള ഒരു അന്ധമായ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യും. എന്താണ് ബ്രെയിൻ റീപ്രോഗ്രാമിംഗ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അടുത്ത വട്ടം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് താങ്കളുടെ ഏഞ്ചൽ നമ്പർ ഏതാണെന്ന് കണ്ടെത്തുക. ആവർത്തിച്ച് കാണുന്ന നമ്പർ കോമ്പിനേഷൻസ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കും. ഈ നമ്പറിനെ ഒരു സിഗ്നലായിട്ട് നിർത്തിക്കൊണ്ട് ഈ നമ്പർ വീണ്ടും ആവർത്തിച്ച് കാണുമ്പോൾ ഉറച്ചു വിശ്വസിക്കുക, മാനിഫെസ്റ്റേഷൻ താങ്കളുടെ തൊട്ടരികിൽ എത്തിയിരിക്കുന്നുവെന്ന്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ ശുഭദിനങ്ങൾ നേരുന്നു, നന്മ നേരുന്നു. ഇറ്റ്സ് മീ വൈശാഖ് സൂര്യനാരായൺ. അറിവ് പ്രകാശം പോലെ പരക്കട്ടെ.